നമസ്കാരം. ദീപ്തമായ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ ആഗ്രഹമില്ലാതെ മനുഷ്യന് ജീവിക്കാനാകില്ല. എന്നാൽ ആഗ്രഹങ്ങൾ ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണം. സ്വന്തം സന്തോഷത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിലുപരി അന്യരുടെ ദുഃഖം കാണുവാനായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. 2 വ്യാപാരികൾ അടുത്തടുത്ത വീടുകളിൽ താമസിച്ചിരുന്നു. അതിലൊരാൾക്ക് കച്ചവടത്തിൽ വൻ നഷ്ടമുണ്ടായി. അതോടെ അയാൾ ആകെ തളർന്നു. ഉത്കണ്ഠയ്ക്ക് അടിമപ്പെട്ട് ആഹാരം പോലും വേണ്ടാതെയായി. ആരോടും മിണ്ടാതെയാകുക കൂടി ചെയ്തതോടെ ഡോക്ടറെ കാണിച്ച് മരുന്ന് കൊടുത്തു. എന്നിട്ടും ഒരുവിധ വ്യത്യാസവും ഉണ്ടായില്ല. എപ്പോഴും നിർവികാരനായി ഒരേ കിടപ്പ് തന്നെ. ഒരു ദിവസം അയാളുടെ മകൻ ഓടി വന്ന് പറഞ്ഞു, അച്ഛാ, നമ്മുടെ അയൽക്കാരൻ വിദേശത്തു നിന്നും കൊണ്ടുവന്ന തടിയും കപ്പലും കടലിൽ മുങ്ങിത്താഴ്ന്നുവെന്ന്. ഇത് കേട്ടതും ആരോടും മിണ്ടാതെ ജീവച്ഛവം പോലെ കിടന്ന അയാൾ ചാടി എഴുന്നേറ്റ് ഭാര്യയെ ഉറക്കെ വിളിച്ച് പറഞ്ഞു, ദേ ചോറ് വിളമ്പിക്കോളൂ, വല്ലാത്ത വിശപ്പ്. എതിരാളിക്ക് നഷ്ടം വന്ന വാർത്ത കേട്ടതും അയാളുടെ തളർച്ചയും അസുഖവും എല്ലാം മാറി സന്തോഷവാനായി. മറ്റുള്ളവരുടെ ദുഃഖത്തിലാണ് നമ്മളിൽ ഏറെ പേരും സന്തോഷം കണ്ടെത്തുന്നത് എന്ന് വ്യക്തമാക്കാനാണ് ഈ കഥ പറഞ്ഞത്. കാരുണ്യപൂർവ്വമുള്ള സമീപനമാണ് ശരിയായ പ്രാർത്ഥന എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ആലപിക്കുന്നത് കേൾക്കാം. അംഗം ഗളിതം പലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം. അംഗം ഗളിതം പാലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം. വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം. വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം. തദപി ന മുഞ്ജത്യാശാപിണ്ഡം. തദപി ന മുഞ്ജത്യാശാപിണ്ഡം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഇനി ശങ്കരസ്തോത്രാമൃതം. ശരീരാവയവങ്ങൾ അങ്ങേയറ്റം ബലഹീനമാണ്. തലയെല്ലാം വെളുത്തു. മോണയിൽ ഒരൊറ്റ പല്ലുപോലും ഇല്ലാതെയായി. ഇങ്ങനെയുള്ള വൃദ്ധൻ ഒരു വടിയുമൂന്നിയാണ് നടപ്പ്. ഈ അവസ്ഥയിലും അയാൾ ആശയാകുന്ന പിണ്ഡത്തെ ഉപേക്ഷിക്കുന്നില്ല. മനുഷ്യരെ ബാധിക്കുന്നതിന് കാരണമായിട്ടുള്ള ആശയുടെ ശക്തിയെ വ്യക്തമാക്കുന്ന മോഹമുദ്ഗരം അഥവാ ഭജഗോവിന്ദത്തിലെ 7-ാം ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്.
മുദ്ഗരത്തിൽ 2-ാം ഭാഗത്തിലെ 6-ാം ശ്ലോകമാണ് നാം പഠിക്കുന്നത്. സാധനാമാർഗത്തിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കാനുള്ളതാണ് വാസ്തവത്തിൽ ഈ ശ്ലോകം എന്ന് പറയാം. ഭഗവത്ഗീത അല്പമെങ്കിലും അധ്യയനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരല്പമെങ്കിലും, ഒരു കണികയെങ്കിലും ഗംഗാജലം കുടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളെക്കുറിച്ച് യമൻ ചർച്ച ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. സർവവേദസാരമായ ഭഗവത്ഗീതയുടെ ഒരല്പഭാഗം പഠിച്ചാൽ തീർച്ചയായിട്ടും അതിലേക്ക് ഒരാൾക്ക് അഭിരുചി ഉണ്ടാവും, കൂടുതൽ ആഴത്തിൽ പഠിക്കണം എന്ന ചിന്തയുണ്ടാവും. അതുപോലെ ഗംഗാജലം ഗംഗ മുഴുവൻ കുടിച്ച് പറ്റിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഭക്തിഭാവത്തോടു കൂടി ഒരല്പമെങ്കിലും ഗംഗാജലം കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിയെ ശുദ്ധീകരിക്കുന്നു, പവിത്രമാക്കുന്നു. അതുപോലെ സകൃതപിയേന മുരാരി സമർച്ച, സകൃതപി ഒരിക്കലെങ്കിലും, സകൃതപി ഒരിക്കലെങ്കിലും ഏന മുരാരി സമർച്ച, മുരാരി മഹാവിഷ്ണു, നാരായണൻ, വിഷ്ണു ഭഗവാൻ സമ്യക്കായി അർച്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നല്ലപോലെ അർച്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈശ്വരപൂജ ഭാവസംശുദ്ധിയോടുകൂടി ചെയ്യുമ്പോൾ അത് അന്ധകരണ ശുദ്ധിക്ക് കാരണമാകുന്നു. ഭഗവാനെ ആവാഹിച്ചുകൊണ്ട് തൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് പൂജ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ഭഗവത് ഭാവപ്രാപ്തിക്ക് കാരണമാകുന്നു. ഈ നിലയ്ക്കാണ് പറയുന്നത് ഏന മുരാരി സകൃതപി സമർച്ച. ആരാൽ ഒരിക്കലെങ്കിലും മുരാരി ഭഗവാൻ സമർച്ചിക്കപ്പെട്ടിട്ടുണ്ടോ തസ്യ യമക്കിം കുരുതേ ചർച്ചാം, അവനെക്കുറിച്ച് യമൻ എന്ത് ചർച്ച ചെയ്യാനാണ്? ചർച്ച ചെയ്യുന്നില്ല. അവൻ യമൻ്റെ ചർച്ചയ്ക്ക് ഉപരി എത്തുന്നു. താത്പര്യം ഗീത ഒരിക്കലെങ്കിലും അല്പമെങ്കിലും അധ്യയനം ചെയ്തിട്ടുള്ള ആൾ, ഗംഗാജലം ഒരിക്കലെങ്കിലും അല്പമെങ്കിലും കുടിച്ചിട്ടുള്ള ആൾ, മഹാവിഷ്ണുവെ ഒരിക്കലെങ്കിലും അല്പമെങ്കിലും പൂജിച്ചിട്ടുള്ള ആൾ മുക്തനാകുന്നു എന്നാണ്. ഇതെങ്ങനെ ശരിയാവും? കാരണം ആത്മജ്ഞാനം ഒന്നല്ലേ, അല്ലെങ്കിൽ ബ്രഹ്മാത്മൈക്യജ്ഞാനം ഒന്നല്ലേ മോക്ഷഹേതു? മറുപടി, സാധനാമാർഗത്തിൽ ഒരാൾ പ്രവർത്തിച്ചാൽ തന്നെ അയാൾ സിദ്ധനാണ്, അയാൾ ക്രമേണ മുക്തിയിലേക്ക് ഉയരും. പിന്നെ മറ്റൊന്ന്, സാധാരണഗതിയിൽ ഒരു വ്യക്തി നമ്മളിരിക്കുന്ന ഗ്രാമത്തിൽ നിന്ന് നടന്ന് കാശിക്ക് പുറപ്പെട്ടു എന്ന് വിചാരിച്ചോളൂ. അയാൾ നടന്ന് കാശിയിലെത്താൻ മാസങ്ങൾ പിടിക്കും. 2-3 മാസം കൊണ്ടായിരിക്കാം അയാൾ കാശിയിലെത്തുക. എന്നാൽ ഇയാൾ പുറപ്പെട്ട് പിറ്റേ ദിവസമോ അതിൻ്റെ പിറ്റേ ദിവസമോ തന്നെ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, നമ്മുടെ ആ ഗോപാലൻ എവിടെ പോയി? ആ ഗോപാലൻ കാശിക്ക് പോയി എന്നാണ് പറയുക. അയാൾ കാശിക്ക് പോയി, നീ അറിഞ്ഞില്ലേ? അയാളിനി കാശിയിലെത്താൻ എത്ര കാലം കഴിയും? അതല്ല നമ്മൾ പരിഗണിക്കുന്നത്, അയാൾ കാശിക്ക് പോയി എന്നാണ്. ഇതേപോലെ ഈശ്വരീയമായ സാധനാമാർഗത്തിൽ പ്രവേശിച്ചാൽ തന്നെ അയാൾ മുക്തിമാർഗത്തിലാണ്. ഇപ്പം മോക്ഷമാർഗത്തിൽ പ്രവർത്തിക്കുന്നതോടുകൂടി തന്നെ അവനെ മുമുക്ഷുവായ ആളെ മുക്തിമാർഗത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടാണ് കൂട്ടുന്നത്. അതുകൊണ്ടാണ് തസ്യ യമക്കിം കുരുതേ ചർച്ചാം എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഇത് സാധകരെ സാധനാമാർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ആകർഷിക്കുന്നതിന് കൂടി ഉള്ള ഒരു ശ്ലോകമാണെന്ന് മനസ്സിലാക്കുക. വീണ്ടും വിരക്തിയെ ജനിപ്പിക്കുന്ന ശ്ലോകം പറയുകയാണ്. അംഗം ഗളിതം പലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം തദപി ന മുഞ്ചത്യാശാപിണ്ഡം. അംഗം ഗളിതം, ശരീരാംഗങ്ങളെല്ലാം ഗളിതമായിരിക്കുന്നു, ദുർബലമായിരിക്കുന്നു, ശക്തിഹീനമായിരിക്കുന്നു. അംഗം ഗളിതമാവുക എന്ന് പറഞ്ഞാൽ കുഴഞ്ഞു വീഴുന്ന അവസ്ഥയിലാണ്. അത്രക്കേറെ ക്ഷീണിതമാണ് ശരീരാംഗങ്ങളൊക്കെ. മുണ്ടമോ ശിരസോ പലിതം, ഒന്നായി നരച്ച് വെളുത്തിരിക്കുന്നു, പലിതമായിരിക്കുന്നു. പലിതമാവുക എന്ന് പറഞ്ഞാൽ വെളുത്തിരിക്കുക. തലമുടിയെല്ലാം നരച്ച് വെളുത്തു, ശരീരാംഗങ്ങളെല്ലാം ദുർബലമായി. ദശനവിഹീനം ജാതം തുണ്ടം, തുണ്ടം മോണ. മോണ എങ്ങനെയായിരിക്കുന്നു? ദശനവിഹീനം, ഒറ്റ പല്ലുമില്ല, പല്ലെല്ലാം കൊഴിഞ്ഞുപോയി. ദശനവിഹീനമായിരിക്കുന്നു, പല്ലില്ലാത്തതായിരിക്കുന്നു തുണ്ടം, മോണ. ഒരു വൃദ്ധൻ്റെ രൂപമാണ് ഇവിടെ വരച്ച് കാണിക്കുന്നത്.
വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം. വൃദ്ധൻ യാതി സഞ്ചരിക്കുന്നു. എങ്ങനെ സഞ്ചരിക്കുന്നു? ദണ്ഡം ഗൃഹീത്വ, വടിയെടുത്തിട്ട്, വടി കുത്തിപ്പിടിച്ചിട്ടാണ് നടക്കുന്നത്. നേരെ നടക്കാനുള്ള ശേഷിയില്ല. അത്ര ദുർബലമായിരിക്കുന്നു ശരീരം, വാർദ്ധക്യഗ്രസ്തമായിരിക്കുന്നു. ഒരു വൃദ്ധൻ്റെ ചിത്രമാണിവിടെ. അംഗം ഗളിതമായ, ശരീരാംഗങ്ങളെല്ലാം ക്ഷീണിതമായ, ദുർബലമായ, തല നരച്ച, മോണയിലൊരൊറ്റ പല്ലുമില്ലാത്ത ഒരു വൃദ്ധൻ വടികുത്തി നടക്കുകയാണ്. ഇപ്പോൾ വടികുത്തി നടക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾക്ക് സ്വയം നടക്കാൻ വയ്യാതെ ഒരു വടി ദണ്ഡത്തെ ആശ്രയിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. എന്നയാൾ കൂടുതൽ ചുമട് കൂടി എടുത്താലോ ക്ലേശകരമാണ്, ചിന്തിക്കാൻ പറ്റാത്തതാണ്. അയാൾക്ക് തന്നെ നടക്കാൻ വയ്യ, അയാൾ സ്വയം ഒരു ചുമടായിരിക്കുകയാണ്. അതുകൊണ്ട് വടിയിൽ ശരീരഭാരം വെച്ചിട്ടാണ് അയാൾ നടക്കുന്നത്. പക്ഷെ ഇവിടെയാണ് ക്ലേശം. എന്താണ്? തദപി, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ന മുഞ്ചത്യാശാപിണ്ഡം, ആശയാകുന്ന പിണ്ഡം, പിണ്ഡം ചുമട്, കെട്ട്, മാറാപ്പ് കെട്ട്, ചുമടെന്ന് അർത്ഥമെടുക്കാം. ആശയാകുന്ന പിണ്ഡത്തെ അയാൾ ഉപേക്ഷിക്കുന്നില്ല. ന മുഞ്ചതി, ഉപേക്ഷിക്കുന്നില്ല. ഇത്തരം അങ്ങേയറ്റം ദുർബലനായി മര്യാദയ്ക്ക് നടക്കാൻ പോലും വയ്യാതെ വടികുത്തി നടക്കുന്ന, നരച്ച, ദുർബല അംഗങ്ങളോടുകൂടിയ, ഒറ്റ പല്ലും വായയിലില്ലാത്ത വൃദ്ധനാണ്. എന്നിട്ട് പോലും അയാൾ ആശയാകുന്ന ചുമട് ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അയാൾക്ക് സ്വയം നടക്കാൻ വയ്യ, വടി കുത്തിയിട്ടാണ്. എന്നിട്ട് പോലും ആശയാകുന്ന പിണ്ഡത്തെ അയാൾ വഹിക്കുകയാണ്. എനിക്കത് കിട്ടും, നാളെ മറ്റത് കിട്ടും, മറ്റന്നാൾ അത് കിട്ടും. ഇങ്ങനെ പല പല ആശയുടെ പിണ്ഡങ്ങൾ അയാൾ വഹിച്ചുകൊണ്ട് നടക്കുകയാണല്ലോ. ഇതെന്തൊരു കഥയാണ്! ഇതാണ് ലോകസാമാന്യമായ രീതി. വളരെ നന്നായിട്ട് തൻ്റെ അമ്മയെ ശുശ്രൂഷിക്കുന്ന ഒരു മകൻ. ആ മകനെക്കുറിച്ച് മുത്തശ്ശിയായ അമ്മ എന്നോട് നേരിട്ട് പറഞ്ഞു, എൻ്റെ മകൻ എന്നെ നല്ലോണം നോക്കും സ്വാമി, പക്ഷെ അവൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്നെ ആരാ നോക്കുക? ഇത് കഥയല്ല, ഉണ്ടായ സംഭവമാണ്. മുത്തശ്ശിക്ക് 90 വയസ്സായി. എന്നിട്ടാണ് അവർ പറയുന്നത് എൻ്റെ മകൻ മരിച്ചാൽ എന്നെ ആര് നോക്കുന്നു? ഇതാണ് ആശാപിണ്ഡത്തിൻ്റെ സ്വഭാവം. ഈ യാഥാർത്ഥ്യത്തെ വരച്ച് കാണിച്ച് നമ്മളിൽ വിരക്തി ജനിപ്പിക്കാനാണ് പരിശ്രമിക്കുന്നത്. തുടർന്ന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ ഭഗവാനെ ധ്യാനിക്കുകയോ ഭഗവത് നാമം ജപിക്കുകയോ വേണം. വിഷയങ്ങളാകുന്ന യുദ്ധഭൂമിയിൽ മനസ്സിനെ ജയിക്കാൻ പ്രാപ്തനാകുന്ന ആത്മവിദ്യയെ ഭാഗവതത്തിലൂടെ വിവരിക്കുകയാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭാഗവതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആവർത്തിച്ച് ഓരോ വിഷയത്തെയും സ്പഷ്ടമാക്കി നമുക്ക് തരിക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. ഒരാൾ ജ്ഞാനസമ്പാദനം വളരെ കാലത്തെ പരിശ്രമം കൊണ്ടേ ആർജിക്കുവാനാവുകയുള്ളൂ. എത്രയോ കാലം പരിശ്രമിച്ചാലാണ് ഈ ജ്ഞാനത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക. ഒരുപാട് കാലം ഇതിനെ ആവർത്തിച്ച് വിചിന്തനം ചെയ്ത് മനസ്സിലിത് സ്ഥിരപ്രതിഷ്ഠമാകണം. അതുവരെ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ വീണ്ടും ആവർത്തിച്ച് ഒരേ കാര്യത്തെ പറയുമ്പോൾ നമ്മൾ വിചാരിച്ച് കളയരുത് ഇത് ഞാൻ മുമ്പ് കേട്ടിട്ടുള്ളതാണ്, ഇപ്പം വീണ്ടും കേൾക്കുന്നു എന്നുള്ളതല്ല. കേൾക്കുന്ന അത്രയും നമ്മൾ ഉൾക്കൊണ്ടോ എന്നുള്ളതാണ് പരമപ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒന്ന്. അതുകൊണ്ട് പറയുക, യഥാ വിസൃഷ്ടസ്ത്വ അനഞ്ജനേന വൈ ബലം പ്രവിഷ്ടോചിത ദൈത്യദാനവം ബാഹുത് ഉദരോർ അംഗ്രിശിരോധരാണി വൃണ്ണൻ അജസ്രം പ്രധനേ വിരാജസേ എന്നാണ് പറയുകയാണ്. സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് അതിന് വേണ്ടുന്ന ശ്രേയോമാർഗങ്ങളെ അരുളിയ ഭഗവാനെ മറ്റൊരാൾക്കും ജയിക്കാൻ സാധിക്കില്ല എന്നുള്ളത് വസ്തുതാപരമാണ്. അതുകൊണ്ട് ഭഗവാനെ അജിത, ആരാലും ജയിക്കപ്പെടാത്തവനായിരിക്കുന്നവനെ എന്ന് പറയുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ജയിക്കാനായിട്ട്
നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ആരാധന ചെയ്യുന്നത് നമുക്ക് ജയിക്കാൻ വേണ്ടി തന്നെയാണ്. ഈശ്വര ആരാധനയിലൂടെ നമുക്ക് ജയിക്കാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാനെക്കുറിച്ച് ധ്യാനിക്കുകയോ അല്ലെങ്കിൽ ഭഗവത് നാമത്തെ ജപിക്കുകയോ ഒക്കെ ചെയ്യണം. മനസ്സിലെ കളകൾ അത്രയും പറിച്ചു കളഞ്ഞാലേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. അങ്ങനെ ആരാലും ജയിക്കപ്പെടാതിരിക്കുന്നവനായിരിക്കുന്ന ഭഗവാൻ അനഞ്ജനേന ശ്രീഹരിയാൽ, ആരാണ്? ഭഗവാനാൽ. എപ്പോഴാണോ ഭഗവാനാൽ നീ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത്, അപ്പോൾ ദൈത്യദാനവം ബലം പ്രവിഷ്ട, ദൈത്യന്മാരുടെയും ദാനന്മാരുടെയും സംബന്ധിയായിരിക്കുന്ന ബലത്തെ പ്രവേശിച്ചവനായിട്ട്, അതിലേക്ക് പ്രവേശിച്ചവനായിട്ട്, അതായത് ഇവിടെ പറയുകയാണ് മഹിമാതുരത്യ എന്ന് കഴിഞ്ഞ ശ്ലോകത്തിലൂടെ പറഞ്ഞതിനെ ഒന്നും കൂടെ വിശദീകരിച്ച് പറയുകയാണ് ഇതിൻ്റെ സാരാംശം. എന്ന് പറഞ്ഞാൽ സ്പഷ്ടമാക്കുന്നതെന്നർത്ഥം. അജിത, ഒന്ന് ജയിക്കാത്തവനായിരിക്കുന്ന ഭഗവാനെ ഒന്നിനോടും സംബന്ധപ്പെടാതെ എല്ലാറ്റിൽ നിന്നും വേറിട്ടിരിക്കുന്ന സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ ശ്രീ ഹരി. എപ്പോഴാണോ ദുർജനങ്ങളുടെ വധത്തിനായിട്ട്, ദുർജനങ്ങളെ നിഗ്രഹിക്കുന്നവനായിട്ട് നിന്നെ, അതായത് നമ്മളെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെയൊക്കെ ദുർജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ്, മറ്റാരെയും അതിന് കണക്കിലെടുക്കണ്ട. ഒരു കാലഘട്ടത്തിൽ സജ്ജന ദുർജനം എന്നുള്ള വേർതിരിവോടുകൂടി രാജാക്കന്മാരുടെ യുദ്ധങ്ങളുണ്ടായിരുന്നു. അത് ധർമാധർമ്മ ഭൂമിയായിരുന്നു. ധർമ്മക്ഷേത്രമായിരിക്കുന്ന കുരുക്ഷേത്രമെന്ന് അതുകൊണ്ട് ആ ഭഗവത്ഗീതയ്ക്കകത്ത് ആരംഭത്തിൽ തന്നെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ മനസ്സ് തന്നെയാണ് ഈ ധർമാധർമ്മ യുദ്ധങ്ങൾ എപ്പോഴും നടത്തിയത്. അത് വേണോ? അത് ശരിയാണോ? അത് പറയുന്നത് ശരിയാണോ? അതിൽ പ്രവർത്തിക്കുന്നത് ശരിയാണോ? അങ്ങോട്ട് പോകുന്നത് ഉചിതമാണോ? അല്ലെങ്കിൽ അത് വാങ്ങിക്കുന്നത് ഉത്തമമാണോ? ഞാൻ പറയുന്നത് അത്രയും ശരിയാണോ എന്നൊക്കെ നമ്മുടെ മനസ്സിനകത്ത് ഒരു ദ്വന്ദ്വഭാവത്തെ എപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ഇത് ശരിയാണോ, ഇത് തെറ്റാണോ എന്നുള്ളത്. നിശ്ചയമായ ബുദ്ധി നമുക്ക് വേണം. ആ നിശ്ചയബുദ്ധി എങ്ങനെ ഉണ്ടാകുന്നത്? നിശ്ചയം ഒരാൾക്കൊരു കാര്യം ചെയ്യാൻ പ്രാപ്തനാണോ അല്ലേ എന്നുള്ളത് ആ വിഷയത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആധികാരികമായ ജ്ഞാനമാണ് അത് അദ്ദേഹത്തിനെ കൊണ്ട് നിശ്ചയിപ്പിക്കുന്നത്. അപ്പം ജ്ഞാനം ആവശ്യമാണോ അല്ലയോ? ഭക്തി ആയിക്കോട്ടെ, ജ്ഞാനമാർഗമായിക്കോട്ടെ, ഏത് മാർഗത്തിലായാലും ഒരു കാര്യത്തെ നിശ്ചയിക്കുവാൻ ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. ഒരു കുട്ടിയെ പഠിപ്പിക്കണം, അക്ഷരക്രമം, അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. പഠിക്കുന്ന ആൾ കൊച്ചുകുട്ടിയാണെന്നുള്ള ബോധം അവർക്കുണ്ടായിരിക്കണം. അപ്പോൾ ആ കൊച്ചുകുട്ടിയിലേക്ക് ആ അറിവ് പകർന്നു നൽകുമ്പം കൂടുതൽ എന്ത് ചെയ്യും? ഈ പഠിപ്പിക്കുന്ന ആൾ വളരെ സരളനാകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതുപോലെയാണ് ആത്മീയ ജിജ്ഞാസുക്കളുടെ ഇടയ്ക്ക് പ്രവർത്തിക്കേണ്ടത്. ഓരോരുത്തരും ആത്മീയതയെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് വരും. വളരെ അവർക്ക് ഉൾക്കൊള്ളാനാവാത്ത ശബ്ദജാലങ്ങളൊക്കെ കേൾക്കുമ്പം ശങ്കരാചാര്യസ്വാമി പറഞ്ഞ പോലെ ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം. ശബ്ദജാലം എന്ന് പറഞ്ഞൊരു വനമാണ്. അതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ പാടാണ്. ഇത് പറഞ്ഞ പോലെ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ വലിയ പാടാണ് ഉൾക്കൊള്ളാൻ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ തിരിഞ്ഞു പോകും. ഒരു കൊച്ചുകുട്ടിയെ അക്ഷരം പഠിപ്പിക്കാൻ എങ്ങനെയാണോ ജാഗ്രതയോടുകൂടി ഒരമ്മയോ അച്ഛനോ പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ ആത്മീയ ജിജ്ഞാസുക്കൾക്ക് അവർക്ക് ശബ്ദാർത്ഥത്തെ വളരെ വ്യക്തമായി ധരിപ്പിക്കാനാവുന്ന വിധത്തിൽ പഠിപ്പിക്കുന്നവർ ശ്രമിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനം. അധ്യയനവും അധ്യാപനവും രണ്ടും തമ്മിൽ ഒരു ചേർച്ച ഉണ്ടാകണം. അധ്യാപനം ചെയ്യുന്ന ആൾ ആ മുന്നിലിരിക്കുന്ന ആളത് ഗ്രഹിക്കുന്നുണ്ടെന്നുള്ള ബോധത്തോടു കൂടി വേണം പറയുവാൻ. അതുകൊണ്ട് ഭഗവാന് ദുർജനങ്ങളായിരിക്കുന്നവരുടെ പാദങ്ങളെ ഖണ്ഡിക്കാനോ അല്ലെങ്കിൽ അവരുടെ പാദത്തെ ഛേദിക്കാനോ ശിരസ് ഛേദിക്കാനോ ദുർജനങ്ങളെയൊക്കെ നിന്നെ ഭഗവാൻ നിയോഗിച്ചെന്ന് വരാം. അതൊക്കെ ജഗദീശ്വരനായ ഭഗവാന്റെ നിയോഗം പോലെ എന്ന് കണ്ടിട്ട് യുദ്ധത്തിൽ ഈ ലോകജീവിതത്തിൽ മനസ്സാകുന്ന ഈ വിഷയങ്ങളാകുന്ന ഓരോ യുദ്ധഭൂമിയിലെ മനസ്സിനെ അതുകൊണ്ട് ജയിക്കുവാൻ നമ്മൾ പ്രാപ്തരായാൽ ഇവിടെ പറയുന്നു എപ്പോഴും പ്രകാശിച്ചു കൊണ്ട് തന്നെ ഇരിക്കും നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ ആത്മാവ്. ഇത് പ്രകാശിക്കാത്തിടത്തോളം കാലം നമുക്കാർക്കും ഒരു സൽഗതിയില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ
വിഷയവ്യാപാരങ്ങളിൽ നിന്നൊക്കെ മനസ്സ് മാറി ശാന്തമായ മനസ്സിനെ സൃഷ്ടിച്ച് അതിലിളകാതെ സ്ഥിരമായി നിൽക്കാനുള്ള ജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് ഗമിക്കുവാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. പ്രഭും പ്രാണനാഥം വിഭും വിശ്വനാഥം ജഗന്നാഥനാഥം സദാനന്ദഭാജം ഭവദ്ഭവ്യഭൂതേശ്വരം ഭൂതനാഥം ശിവം ശങ്കരം ശംഭുമീശാനമീഡേ ഗളേരുണ്ടമാലം തനൗ സർപ്പജാലം മഹാകാലകാലം ഗണേശാധിപാലം ജടാജൂട്ടഗംഗോത്തരം ഗൈർവിശിഷ്യം ശിവം ശങ്കരം ശംഭുമീശാനമീഡേ മുദാമാകരം മണ്ഡനം മണ്ഡയന്തം മഹാമണ്ഡലം ഭസ്മഭൂഷാധരന്തം അനാദിം ഹ്യപാരം മഹാമോഹമാരം ശിവം ശങ്കരം ശംഭുമീശാനമീഡേ ഹര ഹര ശങ്കര ശിവ ശിവ ശങ്കര ദുരിതമകറ്റുന്ന വിശ്വനാഥ മൃത്യുഭയത്തെ അകറ്റിടേണേ എൻ്റെ മൃത്യുഞ്ജയേശ്വര കൈതൊഴുന്നേ. ഹര ഹര ശങ്കര ശിവ ശിവ ശങ്കര ദുരിതമകറ്റുന്ന വിശ്വനാഥ മൃത്യുഭയത്തെ അകറ്റിടണേ എൻ്റെ മൃത്യുഞ്ജയേശ്വര കൈതൊഴുന്നേ. കയ്യിൽ ത്രിശൂലവും ഡമരുവുമായി നാഗത്തെ ഹാരമായി മാറിലിട്ടും മേനിയിൽ ഭസ്മവും അണിയുമീശ ഭസ്മമാക്കിയിടണേ എൻ്റെ ദുഃഖം. ഹര ഹര ശങ്കര ശിവ ശിവ ശങ്കര